നമസ്കാരം. കേന്ദ്രത്തോട് വയനാട് പുനരധിവാസത്തിനായി കേരളം പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും വയനാട് പുനരധിവാസത്തിന് 2,000 കോടി രൂപയുടെ പ്രത്യേക സഹായവും പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് KN ബാലഗോപാൽ ഇക്കാര്യം ഉന്നയിച്ചത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണമെന്നും വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടർ വികസനത്തിനായി 5,000 കോടിയും GST നഷ്ടപരിഹാരവും തുടരൽ എന്നിവയും ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ റവന്യൂ ചെലവിന്റെ 64% സ്വന്തം വരുമാനത്തിൽ നിന്ന് കണ്ടെത്തേണ്ട സ്ഥിതിയാണ് നിലവിലെന്നും ബാലഗോപാൽ വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 2 വർഷത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതാവണം പാക്കേജ് എന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്ത ബാധിതർക്കായി ടൗൺഷിപ്പ് അടക്കം നിർമ്മിക്കാൻ 2,000 കോടിയെങ്കിലും ലഭിക്കണം. റെയിൽവേ പാത, വ്യവസായ ഇടനാഴി, മാരിടൈം ക്ലസ്റ്റർ തുടങ്ങിയ പദ്ധതികളിലൂടെ മാത്രമേ തുറമുഖത്തിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കൂ. കടമെടുപ്പ് പരിധി ഉപാധിരഹിതമായി 3.5% ഊർജ മേഖലയിൽ 0.5% അധിക വായ്പാ അനുമതി അടുത്ത സാമ്പത്തിക വർഷവും തുടരണം. കേന്ദ്ര പദ്ധതികളുടെ സംസ്ഥാന വിഹിതം ഉറപ്പിക്കുന്നതിനുള്ള വായ്പയെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണം. ദേശീയ ഭൂമി ഏറ്റെടുക്കലിനായി കിഫ്ബി എടുത്ത വായ്പയും വായ്പാ പരിധിയിൽ വെട്ടിക്കുറച്ചു. ഇത് പരിഹരിക്കാൻ 6,000 കോടിയുടെ അധിക വായ്പ എടുക്കേണ്ടതുണ്ട്. റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ 1,000 കോടിയുടെ വില സ്ഥിര ഫണ്ട്, തോട്ടം നവീകരണത്തിനും വിളകളുടെ വില സ്ഥിരത ഉറപ്പാക്കുവാനും കയറ്റുമതി വികസനത്തിനും പ്രത്യേക പാക്കേജ് എന്നിവയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സപ്ലൈകോയുടെ ബാധ്യത തീർക്കാൻ 2,000 കോടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന് 2,117 കോടി രൂപയുടെ പദ്ധതിക്കുള്ള അംഗീകാരം, തീരദേശ ശോഷണം തടയാൻ 11,650 കോടി രൂപയുടെ പദ്ധതിയും ബഡ്ജറ്റിൽ 2,329 കോടി നീക്കിവെക്കണം. പുനർഗേഹം പദ്ധതിക്കായി 186 കോടിയും തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ നവീകരണത്തിന് 500 കോടിയും തിരുവനന്തപുരം RCCക്ക് 1,293 കോടിയും വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കുന്നതിനായി പദ്ധതികൾക്ക് 1,000 കോടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എയിംസ്, സിൽവർ ലൈൻ പദ്ധതി, റാപ്പിഡ് ട്രാൻസിറ്റ് പദ്ധതികൾ, അങ്കമാലി ശബരി, നിലമ്പൂർ നഞ്ചൻകോട്, തലശ്ശേരി മൈസൂർ റെയിൽവേ പാതകൾ ബഡ്ജറ്റിൽ പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്.